നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് തൃശൂർ നഗരപരിധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അശോകേശ്വരം ശിവക്ഷേത്രത്തിലാണ്. വടക്കേച്ചിറയ്ക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതിപുരാതനമാണ്. ശ്രീ വടക്കുംനാഥന്റെ പിതാവിന്റെ സ്ഥാനമാണ് ഇവിടെ വാഴുന്ന ഭഗവാന്. നമുക്കിന്ന് ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടു കൂടി ഈ പുരാതന ക്ഷേത്രത്തെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരത്തിൽ തന്നെ വടക്കേച്ചിറയുടെയും മ്യൂസിയത്തിന്റെയും സമീപത്തായി അശോകേശ്വരം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ്റ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ആൽവൃക്ഷങ്ങളുമുണ്ട്. ശക്തൻ തമ്പുരാൻ ജീവിച്ചിരുന്ന കൊട്ടാരം അഥവാ ഇന്നത്തെ മ്യൂസിയത്തിന്റെ സമീപത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ആധുനിക തൃശൂർ നഗരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാൻ അഥവാ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ എന്നും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാമവർമ്മ ഒമ്പതാമൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അതിശക്തനും ധീരനുമായിരുന്ന ശക്തൻ തമ്പുരാൻ തന്നെയാണ് അതിപ്രശസ്തമായ തൃശൂർ പൂരം തുടങ്ങുന്നത്. കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൻ്റെ ഭരണകാലത്ത് ജലക്ഷാമം പരിഹരിക്കുവാനായി തൃശൂരിൽ വടക്കേച്ചിറ, പടിഞ്ഞാറേച്ചിറ, തെക്കേച്ചിറ, കിഴക്കേച്ചിറ എന്നീ 4 കുളങ്ങൾ നിർമ്മിച്ചു. അതിൽ വടക്കേച്ചിറയ്ക്ക് സമീപത്താണ് തമ്പുരാന്റെ കൊട്ടാരവും ഈ ക്ഷേത്രവും നിലനിൽക്കുന്നത്. രാജകുടുംബാംഗങ്ങളും ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരും കുളിച്ചിരുന്നത് വടക്കേച്ചിറയിൽ ആയിരുന്നുവത്രേ. ബലിക്കല്ല്, ബലിക്കൽപുര, ദീപസ്തംഭം, കൊടിമരം, നാലമ്പലം, വലിയമ്പലം, വാതിൽമാടം എന്നിങ്ങനെ ഇവിടെ എല്ലാ കാഴ്ചകളും സമ്മാനിക്കുന്നത് പൗരാണികതയുടെ പ്രൗഢിയും സൗന്ദര്യവുമാണ്. നഗരത്തിരക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ പഴമയുടെ ശാന്തിയാണ് പ്രവഹിപ്പിക്കുന്നത്. പടിഞ്ഞാറ്റ് ദർശനമായി ഒരു നില ചതുര ശ്രീകോവിലിൽ ചൈതന്യ സ്വരൂപിയായ ശിവലിംഗത്തിൽ കൈലാസനാഥൻ അശോകേശ്വരം തേവരായി പരിലസിക്കുന്നു. മുമ്പിൽ നമസ്കാര മണ്ഡപവും അവിടെ നന്ദികേശ്വരനുമുണ്ട്. നാലമ്പലത്തിനകത്ത് ഏകനായി ഉപദേവതാ പ്രതിഷ്ഠകൾ ഒന്നും ഇല്ലാതെ കുടികൊള്ളുന്ന ഭഗവാന് ധ്യാനഭാവമാണ് എന്നൊക്കെ വാമൊഴികളുണ്ട്. ഞങ്ങൾ എത്തിയ സമയത്ത് നാലമ്പലത്തിനകത്ത് ഒരു കുഞ്ഞ് സർപ്പം അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. സർപ്പാലങ്കാര വിഭൂഷിതനായ സാക്ഷാൽ കൈലാസനാഥനെ ദർശിക്കുവാൻ വന്നതാവാം. ചന്ദ്രക്കലകൾ ധരിച്ച് അതീവ തേജസ്സോടെയാണ് അശോകേശ്വരം തേവരെ കൺകുളിർക്കെ കാണുവാൻ സാധിച്ചത്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. അന്ന് രാത്രി ഇവിടെ എത്തുന്ന ചെമ്പുക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നീ ഭഗവതിമാരോടൊപ്പം വിളക്കാചാരത്തിനു ശേഷം പഞ്ചവാദ്യത്തോടുകൂടി അശോകേശ്വരം തേവർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് യാത്രയാവുന്നു. വടക്കുംനാഥനിൽ തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം മാത്രമേ ഇവിടുത്തെ ഭഗവാൻ അകത്തേക്ക് കയറുകയുള്ളൂത്രേ. അതിന് കാരണമായി പറയുന്നത് ഇവിടെ വാഴുന്ന ഭഗവാൻ ശ്രീ വടക്കുംനാഥന്റെ പിതൃസ്ഥാനത്താണ് എന്നതാണ്. അച്ഛനെ കണ്ടാൽ മകൻ എഴുന്നേറ്റ് നിൽക്കണമല്ലോ, അത് ഒഴിവാക്കാനാണ് വടക്കുംനാഥന്റെ നട അടച്ചതിന് ശേഷം മാത്രം ഇവിടുത്തെ തേവർ ക്ഷേത്ര മതിൽക്കകത്തേക്ക് കയറുന്നത് എന്നാണ് വിശ്വാസങ്ങൾ. ഇതെല്ലാം വാമൊഴികളായി ശ്രവിച്ചവയാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. ആധികാരികമായി വിവരങ്ങൾ കിട്ടുവാൻ കുറേ ശ്രമിച്ചെങ്കിലും ഒന്നും ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അതിമനോഹരമായ വടക്കേച്ചിറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശിവരാത്രി ഉത്സവകാലത്ത് ശുദ്ധിക്രിയകൾ, കാഴ്ചശീവേലി, ഉത്സവബലി, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പള്ളിവേട്ട, ആറാട്ട്, നിറമാല എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. കർക്കടക മാസാചരണം, മണ്ഡലമാസാചരണം, തിരുവാതിര, പ്രദോഷം എന്നിവയെല്ലാം വിശേഷമാണ്. ധാര, അർച്ചനകൾ, പൂജകൾ, നിവേദ്യങ്ങൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകളും ഈ ക്ഷേത്രത്തിലുണ്ട്.
11 നാഴി വെള്ള നിവേദ്യം, ഉഷപ്പായസം എന്നിവ മഹാദേവന് പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. ഇത് എല്ലാ ദിവസവും ഷീട്ടാക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ക്ഷേത്ര മതിൽക്കകത്ത് വലിയ ഒരു സർപ്പക്കാവുണ്ട്. പൗരാണികതയുടെ പ്രൗഢിയും സൗന്ദര്യവും ഈ സർപ്പക്കാവിനുണ്ട്. നാലമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തെക്ക് ഭാഗത്തു കൂടിയാണ്. ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രഭൂമിയൊക്കെ വൃക്ഷങ്ങളാൽ നിമിഡമാണ്. ഭയം എന്തെന്ന് അറിയാത്ത അതിധീരനായ ശക്തൻ തമ്പുരാൻ എന്ന ആ രാജാവിൻ്റെ സ്മരണകളും ഈ ക്ഷേത്രഭൂമി സമ്മാനിക്കുന്നുണ്ട്. ശാന്തസുന്ദരമായ ഈ പുരാതന ക്ഷേത്രത്തിന് ഇനിയും എന്തൊക്കെയോ പറയുവാനുണ്ട് എന്ന് മനസ്സ് പറയുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ ക്ഷേത്രഭൂമിയിലും നമ്മൾ പ്രവേശിക്കുന്നത്. പ്രപഞ്ചപിതാവ് അശോകേശ്വരം തേവരായി പരിലസിക്കുന്ന ഈ പുരാതന ക്ഷേത്രം അതിമനോഹരം തന്നെയാണ്. ഉച്ചരിച്ച എല്ലാ വാക്കുകളും എപ്പോഴും ഒരച്ഛൻ്റെ വാത്സല്യമായി, സംരക്ഷണയായി, ധൈര്യമായി ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആ കൈലാസനാഥൻ്റെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. അശോകേശ്വരം വാഴും തേവർ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഘഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശങ്കവഗ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ.